എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജാണ് സർ, സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള എക്സസൈസസ് ഒക്കെ ഒന്ന് അയച്ചു തരാമോ, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ള ക്വയറീസ്. ഏറ്റവും വലിയ ചലഞ്ചിങ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും അറിയില്ല ഓരോ സർജിക്കൽ ടെക്നിക്കും ഡിഫറെൻ്റ് ആണെന്നും അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ഹെൽത്ത് അനുസരിച്ചിട്ട് മാത്രമേ എക്സസൈസസ് സജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതും നമ്മളുടെ മിക്ക ആളുകൾക്കും ഇന്ന് അറിയില്ല. അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെ ജനറലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മിക്കയിടത്തും സർജറി കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് ഒരേ ടൈപ്പ് ഓഫ് എക്സസൈസ് തന്നെയാണ്. ചില ആളുകൾ അതുകൊണ്ട് റിക്കവർ ആവുന്നുണ്ട്, എന്നാൽ ചിലവർക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോയെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് തിരിച്ചറിയുക. മറ്റുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ തന്നെ അതേ ടൈം പീരീഡിൽ സർജറി ചെയ്ത ഒരാൾക്ക് റിക്കവറി കിട്ടുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് റിക്കവറി കിട്ടുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് വളരെ വലിയ കാര്യമാണ്. കാരണം എന്നെ കോൺടാക്ട് ചെയ്യുന്ന കുറച്ചെങ്കിലും ആളുകൾ പറയുന്നുണ്ട്, സർ എൻ്റെ ടൈമിൽ സർജറി ചെയ്ത മിക്ക ആളുകൾക്കും റിക്കവറി വന്നു, പക്ഷേ എനിക്ക് മാത്രം റിക്കവറി വന്നിട്ടില്ല എന്നുള്ള കാര്യം. ഇത് ക്ലിയറായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന ACL റീകൺസ്ട്രക്ഷൻ സർജിക്കൽ ടെക്നിക്ക്, അതുപോലെ തന്നെ സർജറിക്ക് മുമ്പുള്ള നിങ്ങളുടെ മുട്ടിൻ്റെ കണ്ടീഷൻ, ഇനി സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ റിക്കവറി, ഇതൊക്കെ തന്നെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം എക്സസൈസസും മാനേജ്മെൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം കൂടിയാണ്.